ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മളിപ്പോ ഇന്ന് ഗ്രൂപ്പ് തിയറിയുടെ പാർട്ട് 5 ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്, പോയിന്റ് ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ ഈ പോയിന്റ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോ മോളിക്യൂളിനെയും ഓരോ ഗ്രൂപ്പിലായിട്ട് തിരിക്കുവാണ്. അപ്പൊ അവര് നമ്മളൊരു ഗ്രൂപ്പ് ആക്കണമെങ്കിൽ അവർക്ക് പർട്ടിക്കുലർ ആയിട്ടുള്ള കുറച്ച് സിമെട്രി എലമെന്റ്സ് കോമൺ ആയിരിക്കണം. അങ്ങനെ കോമൺ ആയിട്ടുള്ള സിമെട്രി എലമെന്റ്സ് വരുന്ന മോളിക്യൂൾസിനെല്ലാം നമ്മളൊരു ഗ്രൂപ്പില് അവരെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഗ്രൂപ്പിംഗ് ആണ്, മോളിക്യൂൾസിനെ ഗ്രൂപ്പിംഗ് ചെയ്യുവാണ് ഓൺ ദ ബേസിസ് ഓഫ് ദെയർ സിമെട്രി എലമെന്റ്സ്. ഓക്കെ, നമ്മൾ സിമെട്രി എലമെന്റ്സ് 4 കണ്ടിരുന്നു. ആ 4 ആ ഒരു സിമെട്രി എലമെന്റ്സിന്റെ സിമിലാരിറ്റി വെച്ചിട്ട്, അത് അവർ കോമൺ ഷെയർ ചെയ്യുന്ന ഓരോ മോളിക്യൂളും ഏത് സിമെട്രി എലമെന്റ് ആണ് ഷെയർ ചെയ്യുന്നത്, അങ്ങനെയുള്ള ആ ഒരു സിമിലാരിറ്റി വെച്ചിട്ട് നമുക്ക് മോളിക്യൂൾസിനെ ഓരോ ഗ്രൂപ്പുകളായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളതിനാണ് നമ്മൾ പോയിന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മളിവിടെ ജനറൽ ആയിട്ട് കുറച്ച് പോയിന്റ് ഗ്രൂപ്പുകൾ ആദ്യം ഒന്ന്, അതായത് ഏതൊക്കെ സിമെട്രി എലമെന്റ്സ് കൂടി ചേരുമ്പോഴാണ് ഓരോ പോയിന്റ് ഗ്രൂപ്പ് ആവുന്നത് എന്ന് നമ്മൾ ആദ്യം പഠിക്കണം. ഏതൊക്കെ സിമെട്രി എലമെന്റ്സ് ആണ് ഓരോ പോയിന്റ് ഗ്രൂപ്പിന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ അത് നമ്മളൊന്ന് ജനറൽ ആയിട്ട് ഞാൻ ആദ്യം അതൊന്ന് പറയാം, എന്നിട്ട് നമുക്ക് ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് അതിലേക്ക് പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ പറയുന്ന പോയിന്റ് ഗ്രൂപ്പ് ഫസ്റ്റ് ഞാൻ പറയുന്നത് CN പോയിന്റ് ഗ്രൂപ്പിന്റെ കാറ്റഗറിയിൽ വരുന്നത്. അത് തന്നെ 3 ടൈപ്പ് ഉണ്ട്. CNV ഉണ്ട്, CNH ഉണ്ട്, CN ഉണ്ട്. ഇപ്പൊ C എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ് CNV, CNH, CN. ഇതിൽ ഓരോന്നും CNV എന്ന് പറയുമ്പോൾ അതിനൊരു CN ആക്സിസ് കാണും. അതുപോലെ N സിഗ്മ V ആണ് ഇവർക്ക് പോസിബിൾ. അതാണ് V എന്ന് പറയുമ്പോൾ സിഗ്മ V ആണ് ഇവർക്കുള്ളത്, N നമ്പർ ഓഫ് സിഗ്മ V. ഓക്കെ, ഈ നെക്സ്റ്റ് CNH. അപ്പൊ ആ പേരിൽ തന്നെ ഉണ്ട് CN-ഉം സിഗ്മ H-ഉം ആണ് ഇവർക്ക് പോസിബിൾ ആയിട്ടുള്ളത്. CN-ഉം സിഗ്മ H-ഉം ഉണ്ടെങ്കിൽ അത് CNH പോയിന്റ് ഗ്രൂപ്പ്. നെക്സ്റ്റ് CN പോയിന്റ് ഗ്രൂപ്പ് എന്ന് വെച്ചാൽ അവർക്ക് ആകെ ഒരു CN ആക്സിസ് ഓഫ് റൊട്ടേഷൻ മാത്രമേ പോസിബിൾ ആയിട്ടുള്ളൂ. അങ്ങനെയുള്ളവരാണ് CN പോയിന്റ് ഗ്രൂപ്പിൽ വരുന്നത്. ഇതാണ് CN-ന്റെ കേസ്. അടുത്തത് D എന്ന് പറയുന്ന DN അല്ലെ D എന്ന് പറയുന്ന ആ പോയിന്റ് ഗ്രൂപ്പിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് DNH ഉണ്ട്, DND ഉണ്ട്, DN ഉണ്ട്. ഓക്കെ, ഇതിൽ ഇവര് DS എന്നൊക്കെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? ഇപ്പൊ എനിക്കൊരു പ്രിൻസിപ്പൽ ആക്സിസ് CN ആണ് എന്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇവർക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് N നമ്പർ ഓഫ് C2s ഉണ്ട് എങ്കിൽ ആ മോളിക്യൂളിന് D പോയിന്റ് ഗ്രൂപ്പ് ആയിരിക്കും. അതായത് DNH ആകാം, DND ആകാം, DN ആകാം, ഏതും ആകാം. D എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് ഗ്രൂപ്പ് വരണമെങ്കിൽ എന്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആയ CN-ന് പെർപെൻഡിക്കുലർ ആയിട്ട് N നമ്പർ ഓഫ് C2s ഉണ്ടായിരിക്കും. പക്ഷെ CN എന്ന് പറയുന്ന അവിടെ എന്തില്ല, ഒരു പെർപെൻഡിക്കുലർ ആയിട്ടുള്ള N നമ്പർ ഓഫ് C2s പോസിബിൾ അല്ല. എവിടെയാണ്? CN പോയിന്റ് ഗ്രൂപ്പില്. അപ്പൊ D എന്ന് പറയുമ്പോൾ അവിടെ CN കൂടാതെ, പ്രിൻസിപ്പൽ ആക്സിസ് കൂടാതെ പെർപെൻഡിക്കുലർ ആയിട്ട് N നമ്പർ ഓഫ് C2s അവർക്കുണ്ടായിരിക്കും. അങ്ങനെയുള്ളവരാണ് D പോയിന്റ് ഗ്രൂപ്പിൽ വരുന്നത്. ഓക്കെ, ഇനി ഈ ഡിയിൽ തന്നെ എത്ര ടൈപ്പ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്? 3 ടൈപ്പ് ഉണ്ട്. DNH പോയിന്റ് ഗ്രൂപ്പ് ഉണ്ട്, DND പോയിന്റ് ഗ്രൂപ്പ് ഉണ്ട്, DN പോയിന്റ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, ഇനി DNH എന്ന് പറയുമ്പോൾ അവിടെ ഏതൊക്കെ സിമെട്രി എലമെന്റ്സ് ആണ് ഉള്ളതെന്ന് പഠിക്കണം. DNH എന്ന് പറയുമ്പോൾ അവിടെ ഒരു CN ഉണ്ട്, പ്രിൻസിപ്പൽ ആക്സിസ് ഉറപ്പായിട്ടും ഉണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു, D എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് കാണും? N നമ്പർ ഓഫ് C2s കാണും, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള N നമ്പർ ഓഫ് C2s കാണും. പിന്നെ ഒരു സിഗ്മ H പ്രസന്റ് ആണ്, പിന്നെ N നമ്പർ ഓഫ് സിഗ്മ V's അവർക്ക് പ്രസന്റ് ആയിരിക്കും.
ഇത്രയും സിമെട്രി എലമെന്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതാണ് DNH. പിന്നെ ഒരു എക്സ്ട്രായും കൂടെ ഉണ്ട്. നമുക്ക് പോയിന്റ് ഗ്രൂപ്പ് പറയുമ്പോൾ SN, ഓക്കെ, പോയിന്റ് ഗ്രൂപ്പ് പറയുമ്പോൾ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല? എസിന്റെ ആവശ്യമില്ല. ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ ആവശ്യമില്ല പോയിന്റ് ഗ്രൂപ്പിന്റെ കണ്ടുപിടിക്കാനായിട്ട്. പക്ഷേ നമ്മൾ ഓർഡർ, നമ്മൾ കുറച്ചു നേരം പഠിക്കും ഓർഡർ എന്താണെന്ന്, ഒരു മോളിക്യൂളിന്റെ ഓർഡർ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്തുകൂടെ വേണം? എസ് എന്ന് പറയുന്ന ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ പോയിന്റ് ഗ്രൂപ്പ് പറയുന്ന കേസിൽ SN എന്ന് പറയുന്ന ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ ഇൻവേർഷൻ സെന്ററിന്റെ ആവശ്യമില്ല. ഓക്കെ, ഇപ്പൊ DA എന്ന് പറയുന്ന ആ ഒരു ഇതില് നമുക്ക് ഇൻവേർഷൻ സെന്ററിന്റെയോ ഇംപ്രോപ്പർ ആക്സിസ് ഓഫ് റൊട്ടേഷന്റെ ആവശ്യമില്ല. പക്ഷെ ഓർഡർ പറയുമ്പോൾ, ഓർഡർ നമ്മളിപ്പോ പഠിക്കുമ്പോൾ അവിടെ നമ്മൾ എസിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇവിടെ ഇത്രയും DNH എന്തൊക്കെയാണ് വരുന്നതെന്ന് ഓർക്കുക. CN ഉണ്ട്, NC2 ഉണ്ട്, സിഗ്മ H ഉണ്ട്. സിഗ്മ H ഉണ്ടെങ്കിൽ അവർക്ക് SN ആയിരിക്കും, S2N അല്ല. അത് ഇന്നത്തെ ക്ലാസ് നമ്മൾ കണ്ടതാണ്. പിന്നെ ഇവർക്കൊരു സിഗ്മ V ഉണ്ട്. പിന്നെ എന്തുണ്ട്? ഇൻവേർഷൻ സെന്റർ. ചില മോളിക്യൂൾസിന് ഇൻവേർഷൻ സെന്റർ കാണും, ചിലതിന് കാണില്ല. ഓക്കെ, അത് ഓരോ മോളിക്യൂളിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കും. DNH ക്ലിയർ ആയല്ലോ? അടുത്തത് DND. DNDയില് CN കാണും, N നമ്പർ ഓഫ് C2s, പെർപെൻഡിക്കുലർ C2s കാണും, N നമ്പർ ഓഫ് സിഗ്മ D കാണും. ഓർത്തോളുക, N നമ്പർ ഓഫ് സിഗ്മ D. സിഗ്മ D ഒക്കെ നമ്മൾ ഇന്നലെ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടതാണ്. രണ്ട് C2 ആക്സിസിനെ കട്ട് ചെയ്ത് ബൈസെക്ട് ചെയ്ത് പോകുന്ന ആ ഒരു പ്ലെയിൻ ആണ് നമ്മൾ സിഗ്മ D എന്ന് പറഞ്ഞത്. അപ്പോ പിന്നെ ഒരു വഴിയും കൂടെ നമ്മൾ പറഞ്ഞു, സിഗ്മ വിയും സിഗ്മ ഡിയും രണ്ടുപേരും പ്രിൻസിപ്പൽ ആക്സിസിന് പാരലാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു മോളിക്യൂളിന് സിഗ്മ D ആണോ സിഗ്മ V ആണോ എന്ന് കണ്ടുപിടിക്കുന്നത്? സിഗ്മ H ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ്. സിഗ്മ H ആബ്സെന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ആ മോളിക്യൂളിന് എന്ത് മാത്രമേ കാണുകയുള്ളൂ എന്ന് പറഞ്ഞു? സിഗ്മ D മാത്രമേ കാണുകയുള്ളൂ. അപ്പൊ ഇവിടെ എന്തേ ഉള്ളൂ? സിഗ്മ D ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ മോളിക്യൂൾസിന് സിഗ്മ H ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ DND എന്ന് പറയുമ്പോൾ അവിടെ CN, NC2, N സിഗ്മ D. ഓക്കെ, ഇനി ഇതിൽ തന്നെ ലാസ്റ്റത്തെ ആണ് DN പോയിന്റ് ഗ്രൂപ്പ്. DN എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു CN-ഉം അതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ആയിട്ട് N നമ്പർ ഓഫ് C2 ഇത്രേ കാണുകയുള്ളൂ. ഇവർക്ക് പ്ലെയിൻ ഓഫ് സിമെട്രി ഒന്നും ഇല്ല. ഓക്കെ, ഇപ്പൊ നമ്മള് D എന്ന് പറയുന്ന ആ പോയിന്റ് ഗ്രൂപ്പില് DNH, DND, DN ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. ഇനി അടുത്തത് C1. C1 എന്നൊരു പോയിന്റ് ഗ്രൂപ്പിന് ഐഡന്റിറ്റി എലമെന്റ് മാത്രമേ സിമെട്രി എലമെന്റ് ആയിട്ട് ഉണ്ടാവൂ. CS എന്ന് പറയുന്നവർക്ക് ഐഡന്റിറ്റി എലമെന്റും കാണും, ഒരു സിഗ്മ, അത് സിഗ്മ വിയോ സിഗ്മ H എന്തോ ആയിക്കോട്ടെ, ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി മാത്രമേ ഇവർക്ക് ഉണ്ടാവുള്ളൂ, അതും ഒരു ഐഡന്റിറ്റി എലമെന്റും. അങ്ങനെയുള്ളവരാണ് CS പോയിന്റ് ഗ്രൂപ്പില്. വേറൊരു പോയിന്റ് ഗ്രൂപ്പാണ് CI. CI എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഐഡന്റിറ്റി എലമെന്റും കാണും, ഒരു ഇൻവേർഷൻ സെന്ററും കാണും. ഓക്കെ, C1 എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഐഡന്റിറ്റി എലമെന്റ് മാത്രമേ ഉള്ളൂ. CS എന്ന് പറയുമ്പോൾ അവർക്ക് ഒരു ഐഡന്റിറ്റി എലമെന്റും കാണും, കൂടെ ഒരു സിഗ്മ, ഏതെങ്കിലും ഒരു സിഗ്മ വിയോ സിഗ്മ H ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഒബ്സർവ് ചെയ്യാൻ കാണും. പിന്നെ ഒരു CI എന്ന് പറഞ്ഞ പോയിന്റ് ഗ്രൂപ്പില് ഐഡന്റിറ്റി എലമെന്റും ഒരു ഇൻവേർഷൻ സെന്ററും. ഓക്കെ, ഓക്കെ, ഇനി നമ്മളൊരു ലീനിയർ മോളിക്യൂളിന്റെ കേസ്. ഒരു ലീനിയർ മോളിക്യൂളിന് ഏതെങ്കിലും രണ്ട് പോസിബിലിറ്റിയേ ഉള്ളൂ. ഒന്ന് C∞V അല്ലെങ്കിൽ D∞H. ഈ രണ്ട് പോയിന്റ് ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒന്നേ ലീനിയർ മോളിക്യൂൾസിന് പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ആദ്യം C∞V എന്താന്ന് പറയാം. C∞V. അപ്പൊ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എന്ത് പറയാം? അവരുടെ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത് C∞ ആയിരിക്കും. C∞V എന്ന് പറയുമ്പോൾ അവരുടെ പ്രിൻസിപ്പൽ ആക്സിസ് C∞ ആണ്. പിന്നെ C എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്ത് കാണുകയില്ല? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള C2s ഇവിടെ പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഇവർക്ക് C എന്ന് പറഞ്ഞത്. D ആയിരുന്നുവെങ്കിൽ അവർക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള C2 ഉണ്ടായിരിക്കും.
പിന്നെ ഇവർക്ക് എന്താ ഇൻഫിനിറ്റി വി എന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ പറയാം ഇവർക്ക് ഇൻഫിനിറ്റി നമ്പർ ഓഫ് സിഗ്മ വീസും ഉണ്ടായിരിക്കും. പിന്നെ ഇവർക്ക് ഇൻവേർഷൻ സെന്റർ ആബ്സെന്റ് ആണ്, അത് ഓർത്തോളുക. ഇവർക്ക് സിഗ്മ എച്ചും ആബ്സെന്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ട് ഇത് ഓർക്കണം. ഇൻവേർഷൻ സെന്റർ ആബ്സെന്റ് ആയിരിക്കും ആർക്ക്? സി ഇൻഫിനിറ്റി വിക്കുള്ളത്. അപ്പൊ സി ഇൻഫിനിറ്റി വിയിലെ എലമെന്റ്സ് ഏതൊക്കെയാണ്? സി ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി സിഗ്മ വി, പിന്നെ ഇൻവേർഷൻ സെന്റർ ആബ്സെന്റ് ആയിരിക്കും, സിഗ്മ എച്ചും ആബ്സെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഡി ഇൻഫിനിറ്റി എച്ച് എന്ന് പറയുന്ന ഒരു പോയിന്റ് ഗ്രൂപ്പിന്, അതും ലീനിയർ മോളിക്യൂൾസിന് പോസിബിൾ ആയിട്ടുള്ളതാണ്. ഇവരുടെയും ഇൻഫിനിറ്റി, അതായത് സി ഇൻഫിനിറ്റി ആയിരിക്കും ഇവർക്ക് പ്രിൻസിപ്പൽ ആക്സിസ്. ഇവർക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എന്തുണ്ടായിരിക്കും? ഇൻഫിനിറ്റി നമ്പർ ഓഫ് സി ടൂസ് പോസിബിൾ ആയിരിക്കും. പിന്നെ ഇത് കൂടാതെ ഇൻഫിനിറ്റി സിഗ്മ വി കാണും, സിഗ്മ എച്ച് കാണും, ഇൻവേർഷൻ സെന്റർ കാണും. ഇത്രയും എലമെന്റ്സ് ഡി ഇൻഫിനിറ്റ് എച്ചിനുണ്ട്. സി ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി സി ടു, അത് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മുടെ പ്രിൻസിപ്പൽ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സി ടൂസ്, പിന്നെ ഇൻഫിനിറ്റി സിഗ്മ വി, സിഗ്മ എച്ച്. നമ്മൾ പറഞ്ഞായിരുന്നു ഒരു മോളിക്യൂളിന് എപ്പോഴും ഒന്നെങ്കിൽ ഒരു സിഗ്മ എച്ച് അല്ലെങ്കിൽ സിഗ്മ എച്ച് ഉണ്ടാവില്ല. ഇവിടെ ഒരു സിഗ്മ എച്ചേ ഉള്ളൂ. പക്ഷെ സിഗ്മ വി എത്ര വേണമെങ്കിലും ആകാം. പിന്നെ ഒരു ഇൻവേർഷൻ സെന്റർ. ഓക്കെ, ഇതാണ് ഇത്രയും നമ്മൾ ജനറൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് ഓരോ എക്സാമ്പിൾ വെച്ചിട്ട് ഓരോ മോളിക്യൂൾ ഏത് പോയിന്റ് ഗ്രൂപ്പിൽ വരുന്നു എന്ന് നമുക്ക് കാണാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ അമോണിയ എടുക്കാം. അമോണിയ ഇതല്ലേ അമോണിയയുടെ സ്ട്രക്ചർ. ഇതില് നമ്മൾ ഇതൊക്കെ കണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഞാനിത് ജസ്റ്റ് ഒന്ന് എഴുതുന്ന മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അമോണിയക്ക് C3 ആക്സിസ് ആണുള്ളത്. പിന്നെ ഇവർക്ക് എന്ത് കാണും? n നമ്പർ ഓഫ് സിഗ്മ വിസ് ഉണ്ട്, 3 സിഗ്മ വി ഉണ്ട്. ഇവർക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു C2 ഒന്നും ഇല്ല. പിന്നെ ഇവർക്ക് ഒരു സിഗ്മ എച്ചും ഇല്ല. കാരണം ഇത് 3 ഹൈഡ്രജൻ ഒരു പ്ലെയിനിലല്ല കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ നൈട്രജനിലൂടെ പോകുന്ന C3 ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെ ഒരു പ്ലെയിൻ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ ഇവർക്ക് സിഗ്മ എച്ച് ഇല്ല. അപ്പൊ ഇത് ഏത് പോയിന്റ് ഗ്രൂപ്പിൽ വരുന്നതാണ്? ഓർത്ത് നോക്കിയേ, സി എന്നും n നമ്പർ ഓഫ് സിഗ്മ വിയും വരുന്നത് ഏത് പോയിന്റ് ഗ്രൂപ്പിനാണ്? CNV പോയിന്റ് ഗ്രൂപ്പിനാണ്. ഇവിടെ എന്നിന്റെ സ്ഥാനത്ത് ഇവരുടെ ആക്സിസ് ഏതാണ്? C3 ആണ്. അപ്പൊ C3V. ഓക്കെ, ഇതുപോലെ നമ്മൾ ഓരോ മോളിക്യൂളും അവരുടെ ഷേപ്പ് അറിയുക, എന്നിട്ട് ഓരോ സിമെട്രി എലമെന്റ്സും നോക്കുക. അടുത്ത വേറൊരു എക്സാമ്പിൾ ആണ് H3PO4. H3PO4 ഈ H3PO4 സ്ട്രക്ചർ ഡബിൾ ബോണ്ട് OH 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 ഇങ്ങനെയാണ്. ഇതെനിക്ക് വേണമെങ്കിൽ ഒരു അമോണിയയുടെ ഒരു സ്ട്രക്ചർ ആയിട്ട് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോ അമോണിയയെ പോലെ തോന്നില്ലേ? 3 ഹൈഡ്രജന്റെ സ്ഥാനത്ത് 3 OH വന്നേക്കുന്നു. ആ ഡബിൾ ബോണ്ട് ഓടെ സ്ഥാനത്ത് നമുക്ക് ലോൺ പെയർ ഉണ്ട്. അപ്പൊ സിമിലർ ടു അമോണിയ പോലെ നമുക്ക് തോന്നും. അപ്പൊ ഇവർക്ക് ഇവർക്കൊരു C3 ആക്സിസ് പോസിബിൾ ആവുന്നത് പോലെ ഇവർക്കൊരു C3 ആക്സിസ് പോസിബിൾ ആണ്. 3 ഹൈഡ്രജന്റെ സ്ഥാനത്ത് 3 OH വന്നേ ഉള്ളൂ. ഓക്കെ,
ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നത് H3PO4 കേസാണ്. H3PO4. ഓക്കെ, അപ്പൊ ആദ്യം നമ്മുടെ ഇവരുടെ സ്ട്രക്ചർ P ഡബിൾ ബോണ്ട് OH OH OH. ഓക്കെ അല്ലേ? ഇത് എനിക്ക് ആരുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും? ഒരു അമോണിയ മോളിക്യൂളുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റും. ഓക്കെ, ഒരു അമോണിയ മോളിക്യൂളുമായിട്ട് റിലേറ്റ് ചെയ്ത് എനിക്ക് H3PO4 സ്ട്രക്ചർ പറയാം. അപ്പോൾ അമോണിയ മോളിക്യൂളിന് ഒരു C3 ആക്സിസ് പോസിബിൾ അല്ലേ? അതുപോലെ തന്നെ H3PO4 ഒരു C3 ആക്സിസ് പോസിബിൾ ആണ്. പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ വരച്ച H3PO4 സ്ട്രക്ചർ അല്ല ഒറിജിനലി അവരുടെ സ്ട്രക്ചർ. ഇവിടെ ഈ ഓക്സിജന് ലോൺ പെയർ ഉണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മള് കെമിക്കൽ ബോണ്ടിങ് ആ ഒരു ക്ലാസ്സിലൊക്കെ നമ്മളിവിടെ ലോൺ പെയർ റിപ്പൾഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ? ലോൺ പെയർ റിപ്പൾഷൻ വരുമ്പോ അവരെന്ത് ചെയ്യും? മാക്സിമം റിപ്പൽ ചെയ്ത് നിൽക്കാനായിരിക്കും നോക്കുന്നത്. അപ്പൊ ഇവിടെ ഓക്സിജനിലുള്ള ഈ ലോൺ പെയറും ഇവിടെ അപ്പൊ ഈ ഓക്സിജനിൽ ലോൺ പെയർ ഉള്ള കേസിൽ ഇവിടെയും ഇവരൊരിക്കലും ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുകയില്ല. അവരെന്ത് ചെയ്യും? ഡിഫറെന്റ് അതായത് ഡിഫറെന്റ് ഡയറക്ഷനിലായിട്ട് അവര് ഓറിയന്റ് ചെയ്തിട്ട് റിപ്പൾഷൻ കുറയ്ക്കാൻ നോക്കും. അങ്ങനെയാണല്ലോ ഓരോ സ്ട്രക്ചർ ചെയ്യുന്നത്. റിപ്പൾഷൻ കുറയ്ക്കാനായിട്ട് ലോൺ പെയർ റിപ്പൾഷൻ കുറയ്ക്കാനായിട്ട് അവര് നോക്കും. അപ്പോ ഇവരുടെ ഈ സ്ട്രക്ചർ ഞാൻ ഈ വരച്ചതുപോലെ OH അടുത്തടുത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റുകയില്ല. അപ്പൊ നമ്മൾ ഇവരുടെ സ്ട്രക്ചർ ഒന്ന് മാറ്റി വരയ്ക്കുന്നു. P ഡബിൾ ബോണ്ട് OH ഇവിടെ OH കണ്ടോ? ഇങ്ങനെ വരയ്ക്കുമ്പോ അവിടെ ലോൺ പെയർ റിപ്പൾഷൻ ഒത്തിരി കുറവായിരിക്കും. ഇങ്ങനെയാണ് ഇപ്പൊ ഈ H3PO4 സ്ട്രക്ചർ. P ഡബിൾ ബോണ്ട് ടോപ്പില് ആ മൂന്ന് ഓകളും തമ്മിൽ മാക്സിമം ആംഗിളില് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കേസിൽ നമുക്ക് ഇവർക്ക് ഒരു പ്ലെയിൻ പറയാൻ പറ്റുകയില്ല. കാരണം ആ മൂന്ന് എച്ചുകളും ഒരേ പ്ലെയിനിലല്ല കിടക്കുന്നത്. അവര് മൂന്ന് ഡയറക്ഷനിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു സിഗ്മ പോസിബിൾ അല്ല. ഈ മോളിക്യൂളിന് ഒരു സിഗ്മ എന്ന് പറയുന്ന സിമെട്രി എലമെന്റ് ഇവർക്ക് പോസിബിൾ അല്ല. H3PO4 സ്ട്രക്ചർ ക്ലിയർ ആയല്ലോ? ഞാൻ നേരത്തെ വരച്ചതുപോലെ ഇങ്ങനെ ഒരു അമോണിയയ്ക്കൊക്കെ പറയുന്നത് പോലെ ഒരു ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ചുള്ള ഒരു സ്ട്രക്ചർ അല്ല ഇവർക്ക്. ഇവിടുത്തെ മൂന്ന് ഓക്സിജനും എന്തായിരിക്കും? മാക്സിമം ആംഗിളിൽ അങ്ങ് സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുവാണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ ഒരു പ്ലെയിനിലൂടെ നമുക്കൊരു സിഗ്മ പോസിബിൾ അല്ല. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്ലെയിനിലൂടെ നമുക്ക് സിഗ്മ ഇത് ഇങ്ങനല്ല കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ അവരുടെ ഓക്സിജൻ ഒക്കെ മാക്സിമം റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടി പല ഡയറക്ഷനായിട്ട് ഇരിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു സിഗ്മയോ ഒന്നും എനിക്ക് ഈ ഒരു H3PO4 മോളിക്യൂളില് പോസിബിൾ അല്ല. നമുക്ക് വരച്ച് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ 3 ഡയമെൻഷനിലാണ് ഇവരുടെ സ്ട്രക്ചർ. അപ്പൊ നമുക്ക് തോന്നും ഇവരിങ്ങനെ ഇവിടെ ഓക്സിജൻ ഇവിടെ ഇല്ലേ എന്ന് തോന്നും. പക്ഷെ അല്ല, ഈ ഓക്സിജന്റെയും രണ്ട് ഓക്സിജൻ ഡയറക്ഷൻ വേറെയാണ്. അതായത് ഇവർ തമ്മിൽ റിഫ്ലക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ H3PO4 മോളിക്യൂളിന് ഒരു സിഗ്മയും ഇല്ല, സിഗ്മ വിയും ഇല്ല, സിഗ്മ എച്ചും ഇല്ല. ഇവർക്കാകെ ഉള്ളത് ഒരു C3 ആക്സിസ് മാത്രമാണ്. ഈ പിയിലൂടെയുള്ള ഒരു C3 ആക്സിസ് മാത്രമേ ഇവർക്ക് പോസിബിൾ ആയിട്ടുള്ളൂ. അതുകൊണ്ട് ഇവർ എന്തിന് എക്സാമ്പിൾ ആണ്? CN എന്ന് പറയുന്ന പോയിന്റ് ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. H3PO4 എന്ന് പറയുന്നത് CN എന്ന് പറയുന്ന പോയിന്റ് ഗ്രൂപ്പിന് എക്സാമ്പിൾ ആണ്. ഇവിടെ Nന്റെ സ്ഥാനത്ത് എന്താണുള്ളത്? C3. ഓക്കെ, നമ്മുടെ വാട്ടർ മോളിക്യൂളിന്റെ പോയിന്റ് ഗ്രൂപ്പ്. നമുക്ക് സിമട്രി എലിമെന്റ്സ് ഒക്കെ അറിയാം. C2 ഉണ്ട്, 2 സിഗ്മ വി ഉണ്ട് അല്ലെ? അപ്പൊ ഇത് എന്ത് പോയിന്റ് ഗ്രൂപ്പ് ആയിരിക്കും? C2V പോയിന്റ് ഗ്രൂപ്പ് ആയിരിക്കും. ഇവർക്ക് എന്തില്ല? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള CN വേറെ C2 ആക്സിസുകൾ വേറെ ഇല്ല. ഓക്കെ, അപ്പൊ അവരൊരിക്കലും D ആവുകയല്ല. ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് C2V. ഓക്കെ, ഇനി അടുത്തൊരു എക്സാമ്പിൾ. ഇത് കൂടുതൽ നമ്മൾ എക്സാമ്പിൾ വർക്ക്ഔട്ട് ചെയ്ത് മാത്രമേ ഈ ഒരു പോയിന്റ് ഗ്രൂപ്പ് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. നമുക്കിപ്പം ഈ അമോണിയ മോളിക്യൂളിന്റെ സ്ട്രക്ചർ എനിക്ക് അറിയാലോ. അതുപോലെ തന്നെ സിമിലർ ആയിട്ടുള്ള വേറൊരു സ്ട്രക്ചർ തന്നാൽ നമുക്ക് അതിന്റെ പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കണം എന്നില്ല. അമോണിയയുടെ C3V ആണ് നമുക്ക് അറിയാലോ. അപ്പൊ അത് വെച്ച് അവരുടെയും C3V ആണ് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഇവിടെ അടുത്തൊരു എക്സാമ്പിള് H2O2 ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ
ട്രാൻസ് എന്ന് പറയുന്ന ആ ഒരു കോൺഫിഗറേഷൻ ആണ് ട്രാൻസ്. H2O2 വേറൊരു സ്ട്രക്ചറും ഉണ്ട്, ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ. അപ്പൊ ഈ ഓപ്പൺ ബുക്ക് സ്ട്രക്ചറിന്റെ അകത്ത് ഈ 2 ഹൈഡ്രജനും 2 പ്ലെയിനിലായിരിക്കും ഓപ്പൺ ബുക്ക് സ്ട്രക്ചറില്. ഓപ്പൺ ബുക്ക് സ്ട്രക്ചർ ആണെങ്കിൽ ഇവിടെ 2 ഹൈഡ്രജനും 2 പ്ലെയിനിലാണ്. ഞാനിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രാൻസ് H2O2 സ്ട്രക്ചർ ആണ്. ട്രാൻസ് H2O2. അപ്പൊ അവിടെ ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ഹൈഡ്രജനും ഒരേ പ്ലെയിനിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇതാ ഇങ്ങനെ. ഇതാണ് ട്രാൻസ് H2O2 സ്ട്രക്ചർ. H ആണ് ട്രാൻസ് H2O2. ഇപ്പൊ ഇന്നലെ നമ്മള് C2 ആക്സിസ് 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. C2X, C2Y, C2Z. എനിക്കിതില് ഈ ഒരു C2Y എനിക്ക് ഇവർക്ക് പോസിബിൾ അല്ലേ? അത് ഡയഗണലി നമ്മുടെ ഹൈഡ്രജൻസ് എന്ത് ചെയ്യാൻ പറ്റും? ഇത് Y ആണ് എന്റേത്. അപ്പൊ ഡയഗണൽ ആയിട്ട് ആറ്റംസ് ചേഞ്ച് ചെയ്യുന്നതിൽ C2Y എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടതായിരുന്നു. ഇത് XYZ കോർഡിനേറ്റില് മോളിക്യൂൾസിനെ റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ കണ്ടതാണ്. അപ്പൊ C2Y ഇവർക്ക് പോസിബിൾ ആണ്. ഓക്കെ, C2Y പോസിബിൾ ആണ്. പിന്നെ ഇവർക്ക് ഏത് പോസിബിൾ ആണ്? ഈ മോളിക്യൂളിനുള്ളിലൂടെ ഒരു സിഗ്മ H ഇവർക്ക് പോസിബിൾ ആണ്. കാരണം ഇവിടുത്തെ 2 ഹൈഡ്രജനും എന്താണ്? ഒരേ പ്ലെയിനിൽ തന്നെയാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു മോളിക്യൂളിലൂടെ, അത് ഏത് ആക്സിസ് ആയിരിക്കും? അത് ഏത് പ്ലെയിൻ ആയിരിക്കും? ഇതാണ് എന്റെ ആക്സിസ് എങ്കിൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ ഈ ഒരു പ്ലെയിൻ പോവുക? ഇതാണ് എന്റെ C2 ആക്സിസ്. ഈ C2 ആക്സിസ് ഇങ്ങനെ പോയാൽ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്റെ പ്ലെയിൻ പോകുന്നത്. അതായത് സിഗ്മ H ആണ് ഈ മോളിക്യൂളിനുള്ളത്. അപ്പൊ നമുക്ക് ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് C2H എന്ന് പറയാം. ട്രാൻസ് H2O2 പോയിന്റ് ഗ്രൂപ്പ് എന്താണ്? C2H പോയിന്റ് ഗ്രൂപ്പ് ആണ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിള്. ഞാനൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഈ ട്രാൻസ് H2O2 വേറൊരു സിമെട്രി എലമെന്റ് കൂടെ ഉണ്ട്. ഇതൊരു ഇൻവേർഷൻ സെന്റർ ആയിട്ട് നോക്കിയാൽ ഇങ്ങോട്ട് പോയാൽ എനിക്ക് ഓക്സിജൻ മീറ്റ് ചെയ്യാം, ഇങ്ങോട്ട് പോയാൽ എനിക്ക് ഓക്സിജൻ മീറ്റ് ചെയ്യാം. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ എനിക്ക് ഹൈഡ്രജൻ മീറ്റ് ചെയ്യാം, ഇങ്ങോട്ട് പോയാൽ ഹൈഡ്രജൻ മീറ്റ് ചെയ്യാം. അതിന്റെ അർത്ഥം എന്താ? ഇവർക്കൊരു ഇൻവേർഷൻ സെന്റർ കൂടെ ഉണ്ട്. ഇവർക്കൊരു ഇൻവേർഷൻ സെന്ററും കൂടെ ഉണ്ട്. അതും കൂടെ നോർത്തോളൂ കേട്ടോ. അത് നമ്മള് ഓർഡർ കണ്ടുപിടിക്കുമ്പോൾ ഇതൊക്കെ ഇൻവേർഷൻ സെന്ററിനൊക്കെ ആവശ്യം വരും. ഇനി വേറൊരു ട്രിക്ക് ആയിട്ട് നമുക്ക് പറയാം. CNH പോയിന്റ് ഗ്രൂപ്പ് ഉള്ള മോളിക്യൂളില് N ഈവൻ ആണെങ്കിൽ അവർക്ക് എന്ത് പോസിബിൾ ആയിരിക്കും? I പോസിബിൾ ആയിരിക്കും. CNH പോയിന്റ് ഗ്രൂപ്പ് ഉള്ള ഒരു മോളിക്യൂളിന് N ഈവൻ ആവുന്ന കേസിൽ അവർക്കൊരു ഇൻവേർഷൻ സെന്റർ പോസിബിൾ ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ കേസിൽ ഇവർക്ക് C2H ആണ്, N ഈവൻ ആണ്. അതുകൊണ്ട് ഇവർക്ക് എന്തുണ്ട്? ഒരു ഇൻവേർഷൻ സെന്റർ ഉണ്ട്. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇങ്ങനെ ഒരു മോളിക്യൂള്. ഇതെന്താണിത്? ഈഥൈൻ അല്ലേ? 2 കാർബൺ ആറ്റം ഉള്ളത്. ഇതൊരു ഈഥൈൻ, ഇതൊരു ഈഥൈൻ, ഇതൊരു ഈഥൈൻ അല്ലേ? അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ ഇതിനെ എനിക്ക് വേണമെങ്കിൽ വരയ്ക്കാം. കാർബൺ, ഒരു ET, ഒരു ET, ഒരു ET, ET, ET. ഓക്കെ, അപ്പൊ ഇവർക്ക് ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് ഇവരുടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ പറയാൻ പറ്റും. ഇവർക്ക് ഏത് ആക്സിസ് ആണുള്ളത്? ഈ സെന്ററിലൂടെ പോവാണെങ്കിൽ C4 ആക്സിസ് ഇവർക്ക് പോസിബിൾ ആണല്ലോ. അതുപോലെ തന്നെ ഈ ഒരു മോളിക്യൂളിന് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യുവാണെങ്കിൽ ഈ C4 ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു സിഗ്മ Hഉം പോസിബിൾ ആണ്. നമുക്ക് മറ്റേ സ്ട്രക്ചറിൽ നോക്കുവാണെങ്കിലും മറ്റേ സ്ട്രക്ചറിൽ
ഇതുപോലെ സോറി ഇങ്ങനെ നോക്കിയാല് ഇതിലൂടെ ഒരു പ്ലെയിൻ പോസിബിൾ അല്ലേ? അത് എല്ലാവരെയും കട്ട് ചെയ്ത് പോകുന്ന ആ പ്ലെയിനിലൂടെയുള്ള ആ സ്ക്രീനിലൂടെ ഒരു സിഗ്മ എച്ച് ഇവർക്ക് പോസിബിൾ ആണ്. ഓക്കെ, അതുപോലെ ഒരു C4 ആക്സിസും ഇവർക്ക് പോസിബിൾ ആണ്. ഇവർക്ക് C2 ഇല്ല, അതുപോലെ ഇവർക്ക് സിഗ്മ വി ഒന്നും ഇല്ല. നോക്കിയാൽ സിഗ്മ വി വരണമെങ്കിൽ ഈ ഒരു ആക്സിസ് ഇതിലൂടെ ഒരു പ്ലെയിൻ വെക്കുവാണെങ്കിൽ ഇങ്ങനെയല്ലേ സിഗ്മ വി വരേണ്ടത്. ഇതുപോലെ ഒരു ഇമേജ് ഇവിടെ ഉണ്ടോ? ഓപ്പോസിറ്റ് ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് സിഗ്മ വി ഇല്ല. ഇവർക്കുള്ളത് ഒരു സിഗ്മ എച്ചും ഒരു C4 മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്തായിരിക്കും? C4H പോയിന്റ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ഇവിടെയും നമുക്കൊരു കാര്യം പറയാം. CNHന്റെ ഞാൻ നേരത്തെ ഒരു ട്രിക്ക് പറഞ്ഞു. CNHല് N ഈവൻ ആണെങ്കിൽ അവർക്ക് ഇൻവേർഷൻ സെന്റർ ഉണ്ടായിരിക്കും. ആ മോളിക്യൂളിൽ നിങ്ങൾ നോക്കിക്കേ, ഇവർക്ക് ഒരു ഇൻവേർഷൻ സെന്റർ ഇല്ല. ഇങ്ങോട്ട് പോയാൽ ഞാൻ കാണുന്നതും ഇങ്ങോട്ട് പോകുമ്പോൾ എല്ലാം കാണുന്നത് CH2 തന്നെയാണ്. അപ്പൊ ഇവർക്ക് എന്തുണ്ട്? ഒരു ഇൻവേർഷൻ സെന്റർ ഉണ്ട്. ഓക്കെ, അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഒരു CNH പോയിന്റ് ഗ്രൂപ്പ് ഉള്ള ഒരു മോളിക്യൂളില് N ഈവൻ ആണെങ്കിൽ അവർക്ക് എന്ത് പ്രസന്റ് ആയിരിക്കും? ഇൻവേർഷൻ സെന്റർ പ്രസന്റ് ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇങ്ങനൊരു മോളിക്യൂള്, ഓപ്പോസിറ്റ് 2 ഹൈഡ്രജൻ, രണ്ടുപേര് ക്ലോറിൻ ആണ്. ഓക്കെ, ഇവർക്ക് ഏത് ആക്സിസ് പോസിബിൾ ആണ്? ഇങ്ങനെ ഒരു എക്സ് ഒരു വൈ നമുക്ക് നോക്കിക്കേ, ഇല്ല. കാരണം ഇവിടെ CL ഇവിടെ H ആണ്, വൈ ഇല്ല. സോറി, Z ആക്സിസ് ഇവർക്കില്ല. ഇനി ഇവർക്ക് എക്സും ഇല്ല. ഇവർക്ക് പിന്നെ ഉള്ളത് ഏതാണ്? C2Y ആണ്. ഇങ്ങനെ ഒരു ആക്സിസ് അല്ലേ ഇവർക്കുള്ളത്? ഡയഗണലി ഇവിടെ ഉള്ളതും അല്ലേ ഈക്വൽ? ഇവരല്ലേ സെയിം. അപ്പൊ ഇവർക്കൊരു ഡയഗണൽ ആയിട്ടുള്ള ആറ്റംസ് ചേഞ്ച് അല്ലേ ഉള്ളൂ. അപ്പൊ ഇവർക്കൊരു C2Y ഉള്ളൂ. ഓക്കെ, പിന്നെ ഇവർക്ക് വേറെ ഏതാണുള്ളത്? വേറെ ഇവർക്ക് ഈ പ്ലെയിനിലൂടെ തന്നെ ഒരു സിഗ്മ H പോസിബിൾ ആണ് അല്ലെ? ഇവർക്ക് സിഗ്മ വി ഉണ്ടോ നോക്കിക്കേ. ഇങ്ങനെ ഒരു പ്ലെയിൻ വെച്ച് കഴിഞ്ഞാൽ സിഗ്മ വി ഉണ്ടോ? ഇല്ല. കാരണം ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റംസ് ആണ്. അപ്പൊ ഇവർക്കൊരു സിഗ്മ വി ഇല്ല. ഇവർക്കൊരു C2 ഒരു സിഗ്മ H ഉള്ളൂ. അതുകൊണ്ട് ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്തായിരിക്കും? C2H. ഇപ്പൊ കുറച്ചും കൂടെ എളുപ്പമായില്ലേ നമുക്ക് ചെയ്യാൻ? കുറച്ചും കൂടെ സ്പീഡിൽ നമുക്കിപ്പോ പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനിയാണ് നമ്മുടെ BF3 മോളിക്യൂൾ എടുത്ത് പറയാം. BF3 BF3ക്ക് എന്തുണ്ട്? ഒരു C3 ആക്സിസ് ഉണ്ട് നടുക്കത്തെ ബോറോണിലൂടെ. ഇത് കൂടാതെ ഇവർക്ക് വേറെ 3 C2 ആക്സിസുകളും കൂടെ ഉണ്ട്. നമ്മളിത് സിമെട്രി എലമെന്റ്സിൽ പറഞ്ഞതാണ്. അതുപോലെ ഇവർക്ക് ഒരു 3 സിഗ്മ വി ഉണ്ട്, ഒരു സിഗ്മ എച്ച് ഉണ്ട്. പിന്നെ സിഗ്മ എച്ച് ഉള്ള സ്ഥിതിക്ക് ഇവർക്ക് എന്തുണ്ട്? S3 ഉണ്ട്. SN ആണുള്ളത്. സിഗ്മ എച്ച് ഉള്ളത് കൊണ്ട് ഇവർക്ക് ഒരു S3 ഉണ്ട്. ഇത്രയും കാര്യങ്ങള്. പക്ഷെ ഇൻവേർഷൻ സെന്റർ ഇല്ല. കാരണം ഇതിലൂടെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഫ്ലൂറിനുണ്ടോ? ഇല്ല. അപ്പൊ ഇവർക്ക് എന്തില്ല? ഇൻവേർഷൻ സെന്റർ ഇല്ല. ഈ പറഞ്ഞ ഇത്രയും സിമെട്രി എലമെന്റ്സ് ഇവർക്കുണ്ട്. ഓക്കെ, ഇനി ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് ഞാൻ ഇപ്പൊ C3 ഉണ്ട്, പെർപെൻഡിക്കുലർ ആയിട്ട് C2 ഉണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ഫസ്റ്റ് ഇവർക്ക് D ആയിരിക്കും എന്ന് പറയാം. പിന്നെ സിഗ്മ എച്ച് നോക്കുമ്പോ സിഗ്മ എച്ച് ഉണ്ടെങ്കിൽ അത് D. പിന്നെ ഇവരുടെ പ്രിൻസിപ്പൽ ആക്സിസ് 3 ആയതുകൊണ്ട് D3H. അപ്പൊ മോളിക്കൂൾ നമ്മൾ സിഗ്മ വി ഉണ്ടോ എന്ന് നോക്കേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടോ എന്ന് നോക്കുക, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള C2 ആക്സിസ് ഉണ്ടോ എന്ന് നോക്കുക, സിഗ്മ എച്ച് ഉണ്ടോ എന്ന് നോക്കുക. ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ നമുക്ക് പോയിന്റ് ഗ്രൂപ്പ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. സിഗ്മ വിയുടെ ഒന്നും ആവശ്യമില്ല. സിഗ്മ എച്ച് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. ഓക്കെ, D3H പോയിന്റ് ഗ്രൂപ്പ്. ഞാൻ നേരത്തെ ഏതായിരുന്നു H3PO4 പറഞ്ഞ എക്സാമ്പിൾ നിങ്ങൾ ഓർക്കുന്നില്ലേ? അത് മനസ്സിലൊന്ന് വെച്ചേക്കുക.
ഇപ്പൊ ഞാൻ വേറൊരു എക്സാമ്പിള് H3PO3 H3BO3 ഇപ്പൊ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് OH 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 ഞാനിപ്പോ BF3 വരച്ച പോലെ തന്നെയല്ലേ ഈ സ്ട്രക്ചർ കിടക്കുന്നത് അല്ലേ? അപ്പൊ ഇവർക്ക് ഏത് ആക്സിസ് പോസിബിൾ ആണ്? C3 ആക്സിസ് പോസിബിൾ ആണ്. ഓക്കെ, പക്ഷേ ഇവരുടെ സ്ട്രക്ചർ ഇതുപോലെ അല്ല. നമ്മൾ നേരത്തെ 3 ഓക്സിജൻ അടുപ്പിച്ച് ഒരിക്കലും ഇങ്ങനെ ഇരിക്കുകയല്ല, ഒരേ പ്ലെയിനിൽ ഇരിക്കുകയല്ല. അവര് എന്ത് ചെയ്യും? മാക്സിമം അകന്നേ ഇരിക്കുകയുള്ളൂ, മാക്സിമം ആംഗിളിൽ അവർ ഇരിക്കുകയുള്ളൂ, കാരണം റിപ്പൾഷൻ കുറയ്ക്കാൻ വേണ്ടി. അപ്പൊ ഇവരുടെ സ്ട്രക്ചർ ഇങ്ങനെ ഒരു സ്ട്രക്ചർ അല്ല. നമ്മൾ നേരത്തെ H3PO4 പോലെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ സ്ട്രക്ചർ എന്താണ്? ഇതാ നോക്കോളൂ, ഇതൊരു B, OH OH OH. ഓക്കെ, ഇവിടെ ഈ ഓക്സിജൻ ഇങ്ങനെ മാക്സിമം റിപ്പിൾ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ മാക്സിമം റിപ്പിൾ ചെയ്തിട്ടാണ് ഈ എന്തിരിക്കുന്നത്, നമ്മുടെ ഓക്സിജൻ ആറ്റംസ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു റിപ്പൾഷൻ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഇവർക്കൊരു സിഗ്മ വി ഒന്നും പോസിബിൾ അല്ല. സിഗ്മ വി ഒന്നും പോസിബിൾ അല്ല. ഇവർക്ക് ഒരു സിഗ്മ എച്ച് പോസിബിൾ ആണ്. ഈ H3BO3 ഒരു സിഗ്മ എച്ച് പോസിബിൾ ആണ്. ഓക്കെ, ഞാനിതൊന്ന് ക്ലിയർ ആയിട്ട് പറയാം. ഓക്കെ, നോക്കോളൂ. H3BO3 നേരത്തെ കേസില് നമ്മൾ H3PO4 പറഞ്ഞപ്പോൾ P ഡബിൾ ബോണ്ടോ എന്ന് പറഞ്ഞൊരു എക്സ്ട്രാ ഒരു ഒരു എക്സ്ട്രാ ഒരു ആറ്റം കൂടെ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് നമ്മളൊരു സിഗ്മ പറയാൻ കഴിയാഞ്ഞത്. ഇങ്ങനെ ഒരു സിഗ്മ ഇവർക്ക് പറയാൻ കഴിയാഞ്ഞത്. ഈ H3PO4 ഒരു എക്സ്ട്രാ ഒരു P ഡബിൾ ബോണ്ടോടെ പ്രസൻസ് ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഇവർക്ക് ആ ഒരു കേസ് ഇല്ല. ടോപ്പിലും എന്ത് തന്നെയാണ്? OH തന്നെയാണ് അല്ലേ? ഇങ്ങനെയല്ലേ ഇവരുടെ സ്ട്രക്ചർ നമ്മൾ വരച്ചത്. B ടോപ്പിലും OH തന്നെയാണ്, ഇവിടെയും OH തന്നെയാണ്, ഇവിടെയും OH തന്നെയാണ്. സോ ഇവർക്ക് ഇങ്ങനെ ഒരു പ്ലെയിൻ പോസിബിൾ ആണ്. അതാണ് ഇവർക്ക് സിഗ്മ എച്ച് പോസിബിൾ ആണെന്ന് പറഞ്ഞത്. അതുപോലെ ഇവർക്ക് ഒരു C3യും പോസിബിൾ ആണ്. സിഗ്മ എച്ചും പോസിബിൾ ആണ്, C3യും പോസിബിൾ ആണ്. സോ അവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്തായിരിക്കും? C3H പോയിന്റ് ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ പോയിന്റ് ഗ്രൂപ്പ് ഒന്നും കൂടെ നമ്മൾ കുറച്ചുകൂടെ ഇനി നമ്മൾ ചെയ്തു വരുമ്പോൾ കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസിലോട്ട് പോകും. അപ്പോ ക്ലിയർ ആയിട്ട് പോവുക ഓരോന്നും. ഓക്കെ, BF3യുടെ കാര്യം നമ്മൾ പറഞ്ഞു, D3H പോയിന്റ് ഗ്രൂപ്പ്. ഇനി വേറൊരു BF3യുടെ പോലെ തന്നെ ഇരിക്കുന്ന വേറൊരു സ്ട്രക്ചർ, പക്ഷെ ഇവര് BCl. ഞാൻ 3 പേരെ മാറ്റി. ഒരാള് ഫ്ലൂറിന്, ഒരാള് ബ്രോമിന്, 3 ആറ്റങ്ങളെ കൊടുത്തു. ഓക്കെ, ഇത് Cl ആണ് കേട്ടോ. Cl, ക്ലോറിന്, ഫ്ലൂറിന്, ബ്രോമിന്. ഇങ്ങനെയുള്ളൊരു ഒരു മോളിക്കുലർ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവർക്ക് ഏതെങ്കിലും ഒരു C2ഓ C3ഓ ഏതെങ്കിലും ഒരു CN ആക്സിസ് ഇവർക്കുണ്ടോ? ഇല്ല. കാരണം 3 ആറ്റംസ് ആണ്. ഇവർക്കൊരു CN എന്ന് പറഞ്ഞ ഒന്നുമില്ല. പിന്നെ ഇവർക്കുള്ളത് ഒരു ഐഡന്റിറ്റി എലമെന്റ് എല്ലാവർക്കും ഉണ്ട്. അതുപോലെ തന്നെ പക്ഷെ ഇവർക്കൊരു എന്ത് പോസിബിൾ ആണ്? ഈ സ്ക്രീനിലൂടെ തന്നെ എല്ലാരെയും കട്ട് ചെയ്തുകൊണ്ട് ഒരു സിഗ്മ പോസിബിൾ ആണ്. അത് സിഗ്മ വിയോ സിഗ്മ എച്ചോ എന്ന് നമുക്ക് പറയാൻ പറ്റുമല്ലോ. ഒരു സിഗ്മ പോസിബിൾ ആണ്. അപ്പൊ നമ്മൾ കണ്ടതാണ് നേരത്തെ ഇയും സിഗ്മയും ഉള്ള കേസിൽ അവർക്ക് എന്തായിരിക്കും? CS പോയിന്റ് ഗ്രൂപ്പ് ആയിരിക്കും. ഇയും സിഗ്മയും ഉള്ള കേസിൽ അവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്താണ്? CS പോയിന്റ് ഗ്രൂപ്പ്. ഓക്കെ അല്ലേ? ഇതുപോലെ വേറൊരു എക്സാമ്പിൾ കൂടെ CS കാണിച്ചു തരാം. നോക്കോളൂ.
ദാ ഇവിടെ നോക്കിക്കേ, ഇവരിലും 4 ഡിഫറെന്റ് ആറ്റംസ് ആണ്. ഇത് ഹൈഡ്രജൻ ആണ്. ഇതും 4 ഡിഫറെന്റ് ആണ്. അപ്പൊ ഇവർക്കും എന്തോ പോസിബിൾ അല്ല, ഒരു സിഒ ഒന്നും ഇല്ല. ഇവർക്കും ഉള്ളത് ഒരു സിഗ്മയും ഒരു ഇയും മാത്രമാണ്. സിഗ്മയും ഇ ഉള്ളവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്തായിരിക്കും? CS പോയിന്റ് ഗ്രൂപ്പ് ആയിരിക്കും. ഇപ്പൊ ക്ലിയർ ആയില്ലേ CS എന്താണെന്ന്? അപ്പൊ 4 ആറ്റംസ് ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ പറയാം അത് CS ആണ്. ഓക്കെ, ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇത് A, B, E, വെഡ്ജ് ഡാഷ് ആണ്. ക്ലിയർ ആയിട്ട് പറയാം, ക്ലിയർ ആയിട്ട് വരും. ഇത് വെഡ്ജ്, സോറി ഇത് ഡാഷ്, ഇത് വെഡ്ജ് ആണ്. ഇത് പ്ലെയിനില്. ഓക്കെ, ഞാനിപ്പോ തൊട്ട് മുന്നേ നിങ്ങളോട് പറഞ്ഞായിരുന്നു 4 ആറ്റംസ് ആണെങ്കിൽ CS കൊടുക്കാമെന്ന്. അപ്പൊ അവർക്കൊരു സിഗ്മ പോസിബിൾ ആയിരുന്നു ആ കേസിൽ. കാരണം 4 പേരും ഒരേ പ്ലെയിനിലാണ് കിടന്നത്. അപ്പൊ ആ ഒരു പ്ലെയിനിനെ എനിക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്ത് ഒരു മിറർ റിഫ്ലക്ഷൻ എടുക്കാൻ പറ്റും. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ എന്ന് വെച്ചാല് 4 പേരും ഒരേ പ്ലെയിനിലല്ല. 2 എണ്ണം എബോവ് ദ പ്ലെയിൻ, ഒരാള് ബിലോ ദ പ്ലെയിൻ, ബാക്കി 2 പേരാണ് ഇൻ ദ പ്ലെയിൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കേസിൽ എനിക്ക് സിഗ്മയൊന്നും പോസിബിൾ അല്ല, സിഗ്മ എടുക്കാനും പറ്റുമല്ല. അതുപോലെ തന്നെ ഒരു സിയും ഇല്ല. അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് അവർക്ക് ഐഡന്റിറ്റി എലമെന്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവരുടെ പോയിന്റ് ഗ്രൂപ്പ് ആണ് C1. ഐഡന്റിറ്റി എലമെന്റ് മാത്രമുള്ളവരുടെ പോയിന്റ് ഗ്രൂപ്പ് ആണ് C1. ഓക്കെ, അപ്പൊ 4 ആറ്റംസും ഡിഫറെന്റും ആണ്. അതുപോലെ തന്നെ 4 പേരും ഒരേ പ്ലെയിനിലും അല്ല കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് C1ഉം 4ഉം ഡിഫറെന്റ് ആണ്, പക്ഷെ ഒരേ പ്ലെയിനിലാണെങ്കിൽ അവർക്ക് CS പോയിന്റ് ഗ്രൂപ്പും ആയിരിക്കും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിള്. ഈ ഒരു മോളിക്കൂൾ നോക്കോളൂ. വെഡ്ജ് ആണിത്, ഫ്ലൂറിന് ഡാഷ് ആയിട്ട് ക്ലോറിന്, Cl ആണ്. ക്ലിയർ ആക്കി എഴുതാം. Cl ആണിത്, ഹൈഡ്രജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ. ഓക്കെ, ഈ ഒരു കേസ് നോക്കിക്കേ. ഇവർക്ക് ഇവിടെയും 4 പേരും ഡിഫറെന്റ് അല്ലേ? ഒരാൾ H, ഒരാൾ ഫ്ലൂറിൻ, ഒരാൾ ക്ലോറിൻ, പിന്നെ ഈ ഒരു ഗ്രൂപ്പാണ്, ഈ ഒരു വലിയ ഗ്രൂപ്പാണുള്ളത് അല്ലെ? അപ്പൊ ഈ ഒരു കാർബൺ ഉള്ള 4ഉം ഡിഫറെന്റ് അല്ലേ? ഡിഫറെന്റ് ആണ്. പക്ഷെ ഇവർക്ക് എക്സ്ട്രാ ആയിട്ട് ഒരു സിമെട്രി എലമെന്റ് ഉണ്ട്. അതെന്താണ്? ഈ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു പോയിന്റിലേക്ക് ഇങ്ങോട്ട് പോയാൽ എനിക്ക് ക്ലോറിൻ കാണാം, ഇങ്ങോട്ട് പോയാൽ എനിക്കൊരു ക്ലോറിൻ ഒബ്സർവ് ചെയ്യാം. ഇനി നമ്മള് അതേപോലെ തന്നെ ഇതാ ഈ ഒരു പോയിന്റിൽ ഇങ്ങോട്ട് ഞാൻ ട്രാവൽ ചെയ്താൽ എനിക്ക് ഫ്ലൂറിൻ കാണാം, ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുമ്പോഴും എന്ത് കാണാം? ഫ്ലൂറിൻ കാണാം അല്ലേ? ഒന്ന് ക്ലിയർ ആക്കി ഞാൻ കാണിക്കാം.
ക്ലോറിൻ, ഇവിടെ ഇതാണ് ക്ലോറിൻ, ഇത് ഫ്ലോറിൻ, ഹൈഡ്രജൻ, ക്ലോറിൻ, ഹൈഡ്രജൻ. ഇവിടെ ഇതാണ് എന്റെ ഇൻവേർഷൻ സെന്റർ. ഇവിടുന്ന് ഇങ്ങോട്ട് ട്രാവൽ ചെയ്താലും ക്ലോറിൻ, ഇങ്ങോട്ട് ട്രാവൽ ചെയ്താലും ക്ലോറിൻ അല്ലേ? അതുപോലെ ഇവിടുന്ന് ഈ ഒരു ഡയറക്ഷനോട്ട് പോയാൽ ഹൈഡ്രജൻ, ഈ ഒരു ഡയറക്ഷനോട്ട് പോയാലും ഹൈഡ്രജൻ തന്നെ. ഓക്കെ, ഇവിടെ ഈ ഒരു ഡയറക്ഷനോട്ട് പോയാൽ ഫ്ലൂറിൻ, ഇവിടുന്ന് അതേപോലെ ഓപ്പോസിറ്റ് ഡയറക്ഷനോട്ട് പോയാൽ ഫ്ലൂറിൻ. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് പറയാൻ പറ്റും? ഈ ഒരു മോളിക്യൂളിന് ഒരു ഇൻവേർഷൻ സെന്റർ ഉണ്ട്. അപ്പോ അങ്ങനെയുള്ള ഇൻവേർഷൻ സെന്ററും ഐഡന്റിറ്റി എലമെന്റും ഉള്ള സിമെട്രി എലമെന്റ്സ് ഉള്ളവരുടെ പോയിന്റ് ഗ്രൂപ്പ് CI ആണ്. എന്താണ്? CI. ഓക്കെ, CS-ഉം CI-യും C1-ഉം ഇവരാണ് നമ്മൾ ഒറ്റ ഒരു കാറ്റഗറി ആയിട്ട് പഠിക്കുന്നത്. ഓക്കെ, ഇനി ലീനിയറിന്റെ ഒരു എക്സാമ്പിൾ പറയാം. ലീനിയർ മോളിക്യൂളില് ഞാൻ CO2 എടുക്കുവാണ്. CO2. ഈ CO2-ല് ഇതെന്റെ ഒരു ആക്സിസ് ആണ്. ഇതുപോലെ തന്നെ എത്ര വേണേലും ആക്സിസുകൾ എനിക്ക് ഈ ഒരു ഇതിലൂടെ ആക്സിസ് ഓഫ് റൊട്ടേഷൻ ചെയ്താലും എനിക്ക് കിട്ടുന്നത് എന്ത് തന്നെയാണ്? നമ്മുടെ സെയിം മോളിക്യൂൾ തന്നെയല്ലേ കിട്ടുന്നത്. അതായത് ഇൻഫിനിറ്റി നമ്പർ അതായത് C ഇൻഫിനിറ്റി ആണ് ഇവരുടെ പ്രിൻസിപ്പൽ ആക്സിസ്. ഓക്കെ, അതുപോലെ ഈ C ഇൻഫിനിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എനിക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും എന്ത് കിട്ടും? ഈ C ഇൻഫിനിറ്റി ഇതാണെങ്കിൽ ഇവർക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു C2 ഉണ്ടല്ലോ. പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു C2, ഒന്നല്ല ഇൻഫിനിറ്റി നമ്പർ ഓഫ് C2s നമ്മൾ പഠിച്ചായിരുന്നു. Cn ആണെങ്കിൽ അവർക്ക് ഒരു C2 ഒബ്സർവ് ചെയ്യാൻ കഴിഞ്ഞാൽ n നമ്പർ ഓഫ് C2സും n നമ്പർ ഓഫ് സിഗ്മ വിയും പോസിബിൾ ആണെന്ന് പറഞ്ഞായിരുന്നു. ഇവിടെ അതുപോലെ തന്നെ C ഇൻഫിനിറ്റിക്ക് എത്ര C2s കാണും? ഇൻഫിനിറ്റി നമ്പർ ഓഫ് C2s ഇവർക്ക് പോസിബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ പ്ലെയിൻ നോക്കാം. ഇതല്ലേ എന്റെ പ്രിൻസിപ്പൽ ആക്സിസ്. ഇതിന് പാരലൽ ആയിട്ടുകൊണ്ട് ഇൻഫിനിറ്റി നമ്പർ ഓഫ് സിഗ്മ വി എനിക്ക് പോസിബിൾ ആണ്. അതുപോലെ ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടൊരു സിഗ്മ എച്ചും ഇവർക്ക് പോസിബിൾ ആണ്. അപ്പൊ ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. T ഉണ്ടെന്ന് മനസ്സിലായി അല്ലെ? T ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ എച്ചും ഉണ്ട്. സിഗ്മ എച്ച് പ്രസന്റ് ആയതുകൊണ്ട് എച്ചും ഉണ്ട്. ഇൻഫിനിറ്റി ആണ് ഇവരുടെ പ്രിൻസിപ്പൽ ആക്സിസിന്റെ ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ D ഇൻഫിനിറ്റി എച്ച് ആണ് ഇങ്ങനെ ഒരു ലീനിയർ മോളിക്യൂളിന്റെ പോയിന്റ് ഗ്രൂപ്പ്. അതുപോലെ ഇവർക്ക് എന്തുണ്ട്? ഇൻവേർഷൻ സെന്റർ ഉണ്ട്. കണ്ടോ, ഓപ്പോസിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ സെയിം ആയിട്ടുള്ള ആളെയാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവർക്കൊരു ഇൻവേർഷൻ സെന്റർ ഉണ്ട്. ഇതുപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ കാണിക്കാം. രണ്ടും ഡിഫറെന്റ് ആയിട്ടുള്ള CO2 പോലെ രണ്ട് സൈഡിലും ഓക്സിജൻ പോലെ സെയിം അല്ലാത്ത രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ളവർ എടുത്ത് കാണിക്കാം. C ഡബിൾ ബോണ്ട് S, ഡബിൾ ബോണ്ട് OM. നോക്കിക്കേ, ഇവർക്ക് C ഇൻഫിനിറ്റി തന്നെയാണ് ഇവരുടെയും ആക്സിസ് ഓഫ് റൊട്ടേഷൻ. പിന്നെ ഇതിലെ നമുക്ക് എത്ര വേണമെങ്കിലും മിറർ പ്ലെയിൻസ് എടുക്കാൻ പറ്റും. കാരണം ആ മോളിക്യൂളിനെ എല്ലാം കൂടെ കട്ട് ചെയ്ത് പോവല്ലേ. അപ്പൊ ഇൻഫിനിറ്റി നമ്പർ ഓഫ് സിഗ്മ വീസ് ഇവർക്ക് പറ്റും. ഇവർക്ക് ഇങ്ങനെ ഒരു C2 ആക്സിസ് ഉണ്ടോ? ഇല്ല. കാരണം ഇപ്പുറത്ത് രണ്ടും സൾഫറും ഓക്സിജനും രണ്ടും ഡിഫറെന്റ് ആണ്. അതുപോലെ ഇങ്ങനെ ഒരു പ്ലെയിനും എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഇവർക്ക് സിഗ്മ എച്ച് ഇല്ല, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള C2 ആക്സിസുകളും ഇല്ല. അപ്പൊ ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് ഏതിൽ വരും? C ഇൻഫിനിറ്റി വിയിലാണ് വരുന്നത്. പിന്നെ ഇവർക്ക് ഒരു ഇൻവേർഷൻ സെന്റർ ഉണ്ടോ? ഇങ്ങോട്ട് നോക്കുമ്പോൾ സൾഫർ, ഇങ്ങോട്ട് നോക്കുമ്പോൾ ഓക്സിജൻ. ഇൻവേർഷൻ സെന്ററും ഇല്ല. ഓക്കെ, അങ്ങനെ ഇൻവേർഷൻ സെന്ററും ഇല്ല, സിഗ്മ എച്ചും ഇല്ല എങ്കിൽ അവരെ നമ്മൾ C ഇൻഫിനിറ്റി വി ആണ് ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ്. ലീനിയർ മോളിക്യൂളിന്റെ എളുപ്പമാണ് നമുക്ക് പറയാൻ. ഓക്കെ, ഇൻവേർഷൻ സെന്റർ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഈ ഒരു മോളിക്യൂൾ നോക്കിക്കേ, ഈഥൈൻ മോളിക്യൂൾ നോക്കിക്കേ. ഇതൊരു ലീനിയർ മോളിക്യൂൾ അല്ലേ. അപ്പൊ നമ്മൾ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. ഈഥൈൻ എന്ന് പറയുമ്പോൾ SP ആണ്. അവരുടെ ജോമെട്രി എന്താണ്? ലീനിയർ ആണ്. ഓക്കെ, അപ്പൊ ലീനിയർ ആണ്. ഇവർക്ക് ഒരു ഇൻവേർഷൻ സെന്റർ ഉണ്ട്.
സിഗ്മ എച്ച് ഉണ്ട്, പിന്നെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള C2 ഉണ്ട്. അപ്പൊ ഇവർ ഏതിൽ പെടും? ഇൻവേർഷൻ സെന്റർ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് D ഇൻഫിനിറ്റ് H എന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ചെയ്ത് നോക്കാം. ഇതാ M A B B, ഇതും ഇതുപോലെ തന്നെ കുറച്ച് സെയിം ആയിട്ടുള്ള M A B C. ഇതാ ഇത് രണ്ടും നോക്കിക്കേ, രണ്ടിന്റെയും ജോമെട്രി ഒരുപോലെയാണ് അല്ലെ? പക്ഷെ ഇവിടെ മൂന്ന് പേരും ABC മൂന്നും ഡിഫറെന്റ് ആണ്, ഒരേ പ്ലെയിനിലുമാണ്. അപ്പൊ ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് ഒറ്റയടിക്ക് പറയാം CS. ഇവിടെ നോക്കിക്കേ, രണ്ടുപേര് സെയിം ആണ്, അപ്പോ ഒരാൾ മാത്രമേ ഡിഫറെന്റ് ഉള്ളൂ. അപ്പൊ എനിക്ക് ഇതിലൂടെ ഒരു ആക്സിസ് ഇവർക്ക് പോസിബിൾ അല്ലേ? C2 ആക്സിസ് ഇവർക്ക് പോസിബിൾ അല്ലേ? കാരണം ഓപ്പോസിറ്റ് ആയിട്ട് രണ്ടും B തന്നെയാ കിടക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് പാരലൽ ആയിട്ട് ഒരു പ്ലെയിനും എനിക്ക് വെക്കാമല്ലോ, അതായത് സിഗ്മ വിയും ഇവർക്ക് പോസിബിൾ ആണ്. അപ്പോ C2 CN-ഉം N നമ്പർ ഓഫ് സിഗ്മ വി, രണ്ട് സിഗ്മ വി പോസിബിൾ ആണ് ഇവർക്ക്. നോക്കിക്കേ, ആ പ്ലെയിനിലൂടെ തന്നെ ഒരു ഈ ഒരു പ്ലെയിനിലൂടെ, ഈ സ്ക്രീനിലൂടെ തന്നെ ഒരു പ്ലെയിനിലൂടെ എനിക്ക് പോസിബിൾ അല്ലേ? അപ്പൊ രണ്ട് സിഗ്മ വിയും പോസിബിൾ അല്ലേ? CN-ഉം N സിഗ്മ വിയും ഉണ്ടെങ്കിൽ അവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്താണെന്നാ പറഞ്ഞത്? C2V ആണ് ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ്. ഇനി വേറൊരു എക്സാമ്പിൾ കാണിക്കാം. M A മൂന്നും സെയിം ആയിട്ടുള്ളത് ഞാൻ എടുത്തു. മൂന്നും സെയിം ആയിട്ടുള്ളത് എടുത്തു. ഇത് എന്തിനെ പോലെയാ? ഇത് ഏതിന്റെ സ്ട്രക്ചറുമായിട്ട് സിമിലർ ആണ്? നമ്മുടെ BF3 സിമിലർ അല്ലേ? അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, സിമിലർ സ്ട്രക്ചർ ആണെങ്കിൽ ഇവരുടെ കണ്ടുപിടിച്ച് നമ്മൾ സമയം കളയണ്ട. BF3യുടെ പോയിന്റ് ഗ്രൂപ്പ് എന്തായിരുന്നു? D3H. അപ്പൊ ഇവർക്കും എന്ത് തന്നെയാണ്? D3H തന്നെയാണ്. ഓക്കെ അല്ലേ? നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യമില്ല. അപ്പൊ കുറച്ചൊരു ജനറൽ 2-3 മോളിക്യൂൾസ് നമുക്ക് അറിയാമെങ്കിൽ അവരുടെ സ്ട്രക്ചർ വെച്ച് ബാക്കിയുള്ളവർ നമുക്ക് നോർമലി പറയാം. അതുപോലെ തന്നെ വേറൊരു സ്ട്രക്ചർ നോക്കിക്കേ, ഒരു B സെന്ററില് A, ഇവിടെ ഒരു A, ഇത് A. ഓക്കെ, ഇവരുടെ സ്ട്രക്ചർ ഏത് സ്ട്രക്ചർ ആണ്? ടെട്രാഹെഡ്രൽ അല്ലേ? CH4ന്റെ അതേപോലെ തന്നെ അല്ലേ ഇവരുടെ സ്ട്രക്ചർ? CH4. അങ്ങനെ CH4ന്റെ സ്ട്രക്ചർ തന്നെയാണ് ഇവരുടെ പോയിന്റ് ഗ്രൂപ്പും. ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ഉള്ളവർക്ക് അത് നമ്മൾ ശ്രദ്ധിച്ചോണം. ടെട്രാഹെഡ്രൽ എന്ന് പറയുമ്പോൾ നാലും സെയിം CH4ന്റെ പോലെ ആയിരിക്കണം. CH4ല് ഒരു കാർബണും 4 ഹൈഡ്രജനും ആണ്. 4 ഹൈഡ്രജനും. ഈ ഒരു സ്ട്രക്ചറിന് എന്താണ്? ടെട്രാഹെഡ്രൽ സ്ട്രക്ചർ ആണ് അല്ലെ? പക്ഷേ ഇപ്പൊ ഈ ഹൈഡ്രജൻ മാറ്റിയാൽ വേറൊരു എക്സ് എന്ന് പറഞ്ഞ ആറ്റം കൊണ്ടുപോയാൽ അത് ടെട്രാഹെഡ്രൽ പോയിന്റ് ഗ്രൂപ്പ് അല്ല. 4 ഹൈഡ്രജൻ ആണെങ്കിൽ അവർക്ക് ടെട്രാഹെഡ്രൽ ആകൂ. ഇവരെ ഞാൻ മാറ്റി വേറൊരു ആറ്റത്തിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് ടെട്രാഹെഡ്രൽ അല്ല. അത് നമ്മൾ ചെയ്ത് നോക്കണം. സിഗ്മ ഉണ്ടോ CN ഉണ്ടോ ഇതൊക്കെ നമ്മൾ ചെയ്ത് നോക്കണം. ഇനി അതുപോലെ തന്നെ നമ്മൾ ഒക്ടാഹെഡ്രലും ഉണ്ട്. SF6ന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. SF6 ഈ ഒരു സ്ട്രക്ചറില് SF6 ടോപ്പിലെ ബോട്ടത്തില് F, ഇതിന്റെ ഒക്ടാഹെഡ്രൽ സ്ട്രക്ചർ അല്ലേ? ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്ത് തന്നെയായിരിക്കും? ഒക്ടാഹെഡ്രൽ പോയിന്റ് ഗ്രൂപ്പ് തന്നെയായിരിക്കും. ഓക്കെ, അത് നമുക്ക് എളുപ്പമാണ്. അപ്പം ടെട്രാഹെഡ്രലും ഒക്ടാഹെഡ്രലും അത് അവരുടെ ജോമെട്രി തന്നെയാണ്, അവരുടെ പോയിന്റ് ഗ്രൂപ്പും. പക്ഷെ അവിടെ ഒരാളെയും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ജോമെട്രി പോയിന്റ് ഗ്രൂപ്പ് ആക്കി എടുക്കാൻ പറ്റത്തില്ല. ഈ ഒരു കേസ് B, ഇവിടെ A വെഡ്ജ് ആണ് കേട്ടോ. ഇവിടെ നോക്കിക്കേ, ഇത്
കാർബണിന്റെ സ്ഥാനത്ത് ബി വന്നു എന്നല്ലേ ഉള്ളൂ, ബാക്കിയെല്ലാം 4 പേരും സെയിം തന്നെയല്ലേ. അപ്പൊ ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് എനിക്ക് ടെട്രാഹെഡ്രൽ എന്ന് പറയാം. ഞാൻ ഇതിൽ ഒരാളെ മാറ്റി ഒരു കേസ് ഞാൻ കാണിക്കാം. ഈ പ്ലെയിനിലുള്ള ഒരാളെ ഞാൻ മാറ്റി, അയാളെ ഞാൻ സി എന്ന് വിളിച്ചു. അപ്പോ ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്തല്ല, ടെട്രാഹെഡ്രൽ അല്ല. ഇതിനെ ഞാനൊരു വേറെ ഒരു രീതിയിൽ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് പറയാം. ഈ ബിയില് ഈ സിയെ ഞാൻ മേളിൽ എഴുതി. എവിടെ എഴുതിയാലും കുഴപ്പമില്ല, അവർ പ്ലെയിനിൽ തന്നെയാണ് ഇതൊരു മീനിങ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ പൊസിഷൻ എവിടെ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പൊ സിയെ ഞാൻ പ്ലെയിനിലാണെന്ന് മേളിൽ എഴുതി. ഇവിടെ എ ഇങ്ങനെ എഴുതി. ഡാഷിൽ എ കിടക്കുന്നു. ടോപ്പില് എ എഴുതി, ഡാഷിൽ എ. ഇപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു ഐഡിയ വന്നു കാണും ഇതിനെ കണ്ടിട്ട്. ഏത് മോളിക്കൂളിന്റെ പോലെയാണ് നമുക്ക് തോന്നുന്നത്? അമോണിയ മോളിക്കൂളിന്റെ പോലെ തോന്നില്ലേ? അമോണിയയുടെ പോലെ ഒരു ഷേപ്പ് അല്ലേ? 3 ഹൈഡ്രജൻ, മേളിലുള്ള ഒരു ലോൺ പെയർ. ആ ലോൺ പെയറിന്റെ സ്ഥാനത്താണ് ഇവിടെ സി വന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ ഇത് അമോണിയയുമായിട്ട് എനിക്ക് ഈക്വലന്റ് ആണെന്ന് പറയാമല്ലോ ഈ ഒരു സ്ട്രക്ചർ. അപ്പൊ അമോണിയയുടെ പോയിന്റ് ഗ്രൂപ്പ് എന്തായിരുന്നു? C3V. അപ്പൊ ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്താന്ന് എനിക്ക് പറയാം, C3V എന്ന് പറയും. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണും, നമുക്ക് ഒരു ജനറൽ ആയിട്ട് ഒരാളുടെ അറിയാമെങ്കിൽ അത് വെച്ച് കമ്പയർ ചെയ്ത് ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കാൻ കഴിയുമല്ലോ. അതുപോലെ വേറൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നോക്കിക്കോളൂ. സി ഇത് നോക്കിക്കേ, ഇവിടെ 2 പേര് സെയിം, മേളില് 2 പേര് സെയിം. ഇത് നമുക്ക് ഏതുമായിട്ട് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും ഇവരുടെ സ്ട്രക്ചറിനെ? വാട്ടറിന്റെ സ്ട്രക്ചർ നോക്കിക്കേ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ലോൺ പെയർ അല്ലെ? ഇവിടെ 2 ലോൺ പെയർ, 2 ഹൈഡ്രജൻ. അതായത് 2 പേര് സെയിം, 2 പേര് മേളിൽ സെയിം. അതുപോലെയല്ലേ ഇതും കിടക്കുന്നത്? 2 ഹൈഡ്രജന് പകരം 2 എയെ ഇമാജിൻ ചെയ്യുക. അപ്പൊ 2 പ്ലെയിനിലുള്ളവരായി. 2 പ്ലെയിനിലുള്ളവരായി, 2 പ്ലെയിനിലുള്ളവരായി. ഇത് 2 പോയിന്റ് ഗ്രൂപ്പുമായിട്ട് നോക്കുക. അപ്പൊ ഇത് വാട്ടറിന്റെ സിമിലർ ആയതുകൊണ്ട് ഇവരുടെ സ്ട്രക്ചർ എനിക്ക് C2V എന്ന് പറയാൻ പറ്റും. ഓക്കെ, ആ ലോൺ പെയറിന് ഇൻസ്റ്റഡ് ആയിട്ട് ഇവിടെ വന്നേക്കുന്നത് എന്താണ്? 2 B ആണെന്ന് മാത്രം. ബാക്കി ഹൈഡ്രജന് പകരം 2 A, അതും സെയിം പ്ലെയിനിലും ആണ്. ഇത് C2V പോയിന്റ് ഗ്രൂപ്പ് ആണ് നമുക്ക് പറയാം. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യനില് I3 മൈനസ് എന്നൊരു സ്ട്രക്ചർ, സോറി ഒരു മോളിക്കൂൾ. അപ്പൊ നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം, I3യുടെ സ്ട്രക്ചർ അറിഞ്ഞിരിക്കണം. I3യുടെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. ലീനിയർ ആയിട്ടാണ് ഇവരുടെ സ്ട്രക്ചർ. ഇങ്ങനെ ഒരു ലീനിയർ സ്ട്രക്ചർ ആണ്. ഒരു ലീനിയർ സ്ട്രക്ചർ ആണ് I3 മൈനസിനുള്ളത്. ഓക്കെ, അപ്പൊ ലീനിയർ ആണെങ്കിൽ അതുപോലെ ഇവർക്ക് എന്തുണ്ട്? ഇൻവേർഷൻ സെന്ററും ഉണ്ട്. അപ്പൊ പിന്നെ ഞാൻ ഒന്നും നോക്കണ്ട, ഇവർ എന്തായിരിക്കും? D∞H ആയിരിക്കും. ഇൻവേർഷൻ സെന്ററും ഉണ്ടല്ലോ, അപ്പൊ ഇവര് D∞H ആയിരിക്കും. ഓക്കെ, ഈ എക്സാമ്പിൾ ക്ലിയർ ആയല്ലോ? ഇനി ഞാൻ ഒരു 2 എക്സാമ്പിളും കൂടെ കാണിച്ചിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ട്രാൻസ് N2F2. നിങ്ങൾ ഈ ട്രാൻസ്, സിസ് എന്നൊക്കെ പറയുന്നത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം സിസിനും ട്രാൻസിനും ഒരേ
പോയിന്റ് ഗ്രൂപ്പ് അല്ല. ഓക്കെ, അത് ഞാൻ ഒരു എക്സാമ്പിളിൽ കാണിച്ചു തരാം. സിസിനും ട്രാൻസിനും ഒരേ പോയിന്റ് ഗ്രൂപ്പ് അല്ല. ഈ ട്രാൻസ് N2F2 എന്ന് പറയുമ്പോൾ N ഡബിൾ ബോണ്ട് N, ട്രാൻസ് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫ്ലൂറിൻ വരുന്നത്. ഓക്കെ, രണ്ടും ഓപ്പോസിറ്റ് ആണ്. ഇവർക്ക് C2Y പോസിബിൾ ആണ് അല്ലെ, ഡയഗണലി ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇവർക്കൊരു ഇൻവേർഷൻ സെന്റർ ഉണ്ട്. ഇതാണ് എന്റെ C2 എങ്കിൽ ഇതിന് ഇതിന് ആ പ്ലെയിനിലൂടെ തന്നെ ഒരു സിമെട്രി പോസിബിൾ ആണ്. അപ്പൊ അതെന്താണ്, ഇവിടെ അത് പെർപെൻഡിക്കുലർ അല്ല ഈ കേസിൽ, അത് σH ആണ്. അപ്പൊ ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്താണ്, C2H ആണ് ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ്. ഓക്കെ, ഇവർക്കൊരു C2Y ഇവിടെ ഉണ്ട്. ആ C2Y ഇങ്ങനെയാണ് പോകുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ പ്ലെയിനിലൂടെ തന്നെയുള്ള പ്ലെയിൻ ഓഫ് സിമെട്രി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പ്ലെയിനിലൂടെ തന്നെ എന്ന് പറയുമ്പോൾ അത് ഈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആണ്. സോ അത് σH ആണ്. ഞാനിപ്പോ പറഞ്ഞില്ലേ സിസിനും ട്രാൻസിനും ഓപ്പോസിറ്റ് ആണ് പോയിന്റ് ഗ്രൂപ്പ് എന്ന്. അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം, നോക്കോളൂ. CH CHCl ഡബിൾ ബോണ്ട് CHCl. ഈ ഒരു മോളിക്കൂളില് C ഡബിൾ ബോണ്ട് C. ഞാൻ ആദ്യം ട്രാൻസ് കാണിക്കാം. ഇത് Cl, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് Cl, ഹൈഡ്രജൻ ഹൈഡ്രജൻ. ഓക്കെ, ഇതിന്റെ സിമെട്രി എലമെന്റ്സ് എന്തൊക്കെയാണ്? ഇവരുടെ സിമെട്രി എലമെന്റ്സ് E ഉണ്ട്, പിന്നെ എന്തുണ്ട്, C2 ഉണ്ട്. പിന്നെ C2 എന്ന് പറയുമ്പോ ഇതിങ്ങനെ പോകുന്നത്, ഇതിന്റെ സ്ക്രീനിലൂടെ തന്നെ പോകുന്ന ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി ഇവർക്കുണ്ട്. അത് ഈ C2ന്റെ പെർപെൻഡിക്കുലർ ആണ്. സോ അവർക്കുള്ളതൊരു σH ഉണ്ട്. അതുപോലെ ഒരു ഇൻവേർഷൻ സെന്റർ ഉണ്ട്. കണ്ടോ, ഇങ്ങോട്ട് പോയാലും കാർബൺ തന്നെ. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ ക്ലോറിൻ, ഇങ്ങോട്ട് പോയാലും ക്ലോറിന്. അതുപോലെ ഇപ്പുറത്തെ സൈഡിൽ പോയാൽ ഹൈഡ്രജൻ. അപ്പൊ ഇവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്താണെന്ന് കിട്ടി, C2H എന്ന് കിട്ടി. ഓക്കെ, ഇനി ഞാൻ ഇതിന്റെ സിസ് എടുത്ത് കാണിക്കാം. ഇവിടെ Cl, ഇവിടെ ഹൈഡ്രജൻ, ഇവിടെ ഹൈഡ്രജൻ. ഇവർക്ക് E ഉണ്ട്. C2 മൂന്നില്ല, സോറി, ഇവർക്ക് ഈ ഒരു C2 മാത്രമേ ഉള്ളൂ. ഇനി ഈ C2 തന്നെ ഒരു σV ഇവർക്ക് പോസിബിൾ അല്ലേ? σV ഇവർക്ക് പോസിബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഒരു മോളിക്കൂളിലൂടെ കട്ട് ചെയ്ത് പോകുന്നത് എന്ത് തന്നെയാണ്, σV തന്നെയാണ്. പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന ഇങ്ങനെ ഒരു പ്ലെയിൻ ഇവർക്കുണ്ടോ? ഇല്ല. അതായത് σH ഇവർക്കില്ല. സിസ് ആയപ്പോൾ അവർക്ക് എന്തില്ല, σH ഇല്ല. പകരം അവർക്ക് എന്തേ ഉള്ളൂ, σV ഉള്ളൂ. അപ്പൊ അവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്താണ്, C2V പോയിന്റ് ഗ്രൂപ്പ് ആണ്. ഓക്കെ അല്ലേ? സിസ് ട്രാൻസ് ആ ഒരു ചേഞ്ച് വരുമ്പോൾ അവരുടെ പോയിന്റ് ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെയാണ് ഇൻ ദ പ്ലെയിനിലും, അതുപോലെ വെഡ്ജ് ഡാഷ് ഔട്ട് ഓഫ് ദ പ്ലെയിനും ഒക്കെ പറയുമ്പോൾ പ്ലെയിനിലുള്ള മോളിക്കൂളും പ്ലെയിനിൽ അല്ലാതെ ഔട്ട് ഓഫ് ദ പ്ലെയിന്, ഇൻ ടു ദ പ്ലെയിന്, അങ്ങനെ ഒരു കേസ് വരുമ്പോഴും അവരുടെ പോയിന്റ് ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യും. അതിനൊരു എക്സാമ്പിള് ഞാനൊരു ഫീനോൾ എടുക്കുവാണ്. ഓക്കെ, ആ ഫീനോളില് ഈ കേസിൽ എന്റെ OUH ഒരേ പ്ലെയിനിലാണ് കിടക്കുന്നത്. ഈ H സെയിം പ്ലെയിനിലാണ്. അപ്പൊ ഇവർക്കൊരു E ഉണ്ട്. അതുപോലെ തന്നെ ഇതിലൂടെ ഒരു സിഗ്മയും ഉണ്ട്. ഇവർക്ക് C2 ഒന്നും പോസിബിൾ അല്ല. കാരണം ഈ ടോപ്പിൽ കണ്ടോ, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ആറ്റമാണ് കിടക്കുന്നത്. OH എന്ന് പറയുന്നത് ഡിഫറെന്റ് ആറ്റമാണ്. അതുകൊണ്ട് അവർക്കൊരു C2O CN ആക്സോ ഇവിടെ പോസിബിൾ അല്ല. ഇവർക്ക് ഉള്ളതൊരു ഇയും ഒരു സിഗ്മയുമാണ് ഇവർക്ക് പോസിബിൾ ആയിട്ടുള്ളത്. ഈ മോളിക്കൂളോട് ഈ സ്ക്രീനിലൂടെ കട്ട് ചെയ്ത് പോകുന്ന ഒരു സിഗ്മ ഇവർക്ക് പോസിബിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ പോയിന്റ് ഗ്രൂപ്പ് എന്താണ്, CS പോയിന്റ് ഗ്രൂപ്പ് ആണ്. ഇനി ഞാൻ ഈ ഹൈഡ്രജനെ
ദാ ഇങ്ങനെ വെഡ്ജിട്ട് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഇത് പ്ലെയിനിലാണോ? അല്ല. അപ്പൊ ഇവർക്ക് ഇതിലൂടെ ഇങ്ങനൊരു പ്ലെയിൻ ഓഫ് സിമെട്രി നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഹൈഡ്രജൻ വേറൊരു പ്ലെയിനിലാണ് കിടക്കുന്നത്. അപ്പൊ ആ മോളിക്യൂളിനെ നമുക്ക് സ്ക്രീനിലൂടെ കട്ട് ചെയ്യാൻ പറ്റുകയില്ല. അപ്പൊ ഇവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ? ഈ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ പോയിന്റ് ഗ്രൂപ്പ് എന്താണ്? C1 ആണ്. ഓക്കെ. അപ്പൊ നമ്മൾ അവരുടെ സ്ട്രക്ചർ വെച്ചിട്ടാണ് ഈ പോയിന്റ് ഗ്രൂപ്പിന് ഇത്ര ഇമ്പോർട്ടൻസ് പറയുന്നത്. നമ്മൾ ഇന്ന് പോയിന്റ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാനാണ് പഠിച്ചത്. അപ്പോൾ നമ്മൾ CN ആയിട്ടുള്ള 3 ടൈപ്പ് ഉണ്ട്. CNV, CNH, CN. അപ്പൊ ഓരോന്നിലും ഏതൊക്കെയാണ് സിമെട്രി എലമെന്റ്സ് വരുന്നത് എന്ന് പഠിക്കണം. പിന്നെ ഉള്ളത് മോർ ദാൻ 1 പെർപെൻഡിക്കുലർ C2 ഉണ്ടെങ്കിൽ അവർക്ക് D ആയിരിക്കും പോയിന്റ് ഗ്രൂപ്പ് സ്റ്റാർട്ടിങ്. അത് DNH ആകാം, DND ആകാം, DN ആകാം. ഓക്കെ. പിന്നെ C1 പഠിച്ചു, CS പഠിച്ചു, CI എന്താണെന്ന് പഠിച്ചു. പിന്നെ ലീനിയർ മോളിക്യൂളിന് പോസിബിൾ ആയിട്ടുള്ള C∞V, T∞H, ഇത്തരം കാര്യങ്ങൾ പഠിച്ചു. ഇപ്പൊ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ഇനിയും കുറച്ച് എക്സാമ്പിൾസ് ഞാൻ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റിൽ തന്നിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾ ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു മോളിക്യൂളിന്റെ ഓർഡർ എന്താണ് എന്ന് കണ്ടുപിടിക്കണം. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. താങ്ക് യു.